മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? കാരണം നിങ്ങളുടെ പല്ലിൻ്റെ കളർ, സൈസ്, ഷേപ്പ്, അലൈൻമെൻറ്റ് ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ കാരണം. എന്നാൽ ഇത് സിമ്പിളായിട്ട് സ്മൈൽ ഡിസൈനിങ്ങിൽ കൂടെ ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ടൂത്തിൻ്റെ കളർ പ്രശ്നമെങ്കിൽ ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡാണെങ്കിൽ അത് നമുക്കൊരു ലൈറ്റർ ഷെയ്ഡിലോട്ട് ആക്കാൻ പറ്റും ടീത്ത് വൈറ്റനിങ് പ്രൊസീജിയറിൽ കൂടെ. ഇപ്പോൾ നിങ്ങളുടെ സൈസ്, ഷേപ്പ് ഓഫ് ദ ടൂത്ത് പ്രശ്നമെങ്കിൽ അത് നമുക്ക് വിനീസോ ക്രൗൺസോ വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ടീത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്. ഇപ്പോൾ നിങ്ങൾ ചിരിക്കുമ്പോൾ കൂടുതലായിട്ട് മോണ കാണുക, അങ്ങനെയാണെങ്കിൽ മൈനർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് ജിഞ്ചറെക്ടമി ചെയ്യാം. അഥവാ ചിരിക്കുമ്പോൾ ഗംസിനൊരു ഡാർക്കർ ഷെയ്ഡ് ആണെങ്കിൽ നമുക്ക് ലേസർ ഡീപിഗ്മെൻറ്റേഷൻ, ഗം ബ്ലീച്ചിങ് എല്ലാം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചിരിക്കുമ്പോൾ നമ്മുടെ പല്ല് ഒത്തിരി ക്രൗഡഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അലൈൻമെൻ്റ് എല്ലാം മാറിയിരിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് പല്ലിൽ കമ്പിയിട്ട് ശരിയാക്കാം, അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ് അല്ലെങ്കിൽ ഇൻവിസിലൈനേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ പല്ല് മിസ്സിംഗ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ പല്ല് പോയ അവസ്ഥയാണെങ്കിൽ നമുക്ക് ഊരിയെടുക്കുന്ന പല്ലും ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്ന പല്ലും ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇപ്പോൾ ടെക്നോളജിയും ട്രീറ്റ്മെൻറ്റ് പ്ലാൻസും എല്ലാം ഒത്തിരി ഉണ്ടായതുകൊണ്ട് നമുക്ക് സ്മൈൽ ഡിസൈനിങ് ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. നിങ്ങളുടെ ടീത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഓരോ ട്രീറ്റ്മെൻറ്റ് പ്ലാനും മാറുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ബിലോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.